നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് വലിയ ഫേവറിറ്റുകൾ എന്ന രൂപത്തിൽ കാണുന്ന ടീമാണല്ലോ ഫ്രാൻസ്. ആ ഫ്രാൻസിനെയാണ് ഇപ്പോൾ ഐവറി കോസ്റ്റ് പണി കൊടുത്തു വിട്ടിരിക്കുന്നത്. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ 2-1 വിജയം ഐവറി കോസ്റ്റ് സ്വന്തമാക്കി. അപ്പോൾ ആ കളിയിൽ ഫ്രാൻസിൻ്റെ ഗോൾ അടിച്ചിരുന്നത് ചെർക്കിയാണ്. ചെർക്കി ഈ കളിക്ക് ശേഷം പറയുന്നുണ്ട്, ഇത് നോക്കണ്ട, വേൾഡ് കപ്പിൽ ഞങ്ങളെല്ലാവരെയും ഞെരിച്ചങ്ങ് തീർക്കാൻ വരികയാണ്, ക്രഷ് ചെയ്യാൻ വേണ്ടി വരികയാണെന്നാണ് ചെർക്കി പറയുന്നത്. ഏതായാലും കളിക്ക് ശേഷം ചെർക്കി പറയുന്നു, ഫ്രാൻസ് വേൾഡ് കപ്പിലേക്ക് വരുന്നത് എല്ലാവരെയും ക്രഷ് ചെയ്യാനാണ്. ഞങ്ങൾ വേൾഡ് കപ്പിലേക്ക് ഫേവററ്റുകളായിട്ടൊന്നുമല്ല പോകുന്നത്, പക്ഷേ ടു ക്രഷ് എവറി വൺ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കളിയുണ്ടല്ലോ, ഇതൊരു നോർമൽ പെർഫോമൻസ് ആയിരുന്നു. ടു ഗെറ്റ് ഇൻ ഷേപ്പ്, അതാണ് അതിൻ്റെ ഉദ്ദേശമുള്ളൂ. എല്ലാവർക്കും ആ ഒരു ഷേപ്പിലേക്ക് എത്തുക, കളിയുടെ റിതത്തിലേക്ക് എത്തുക, അതിനൊക്കെയുള്ളൊരു കളിയാണ്. അതൊരു ഫ്രണ്ട്ലി മത്സരമാണ്. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, ഫാറ്റിഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ജൂൺ 16 എത്തുമ്പോൾ, ഞങ്ങളുടെ ആദ്യ മത്സരം എത്തുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫോമിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ ഫ്രണ്ട്ലികളൊക്കെ ബോണസുകൾ മാത്രമാണ്. അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത് എന്നാണ് ചെർക്കി പറയുന്നത്. സംഗതി അതൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ നീണ്ട കാലത്തിന് ശേഷമാണ് ഒരു കളി ഫ്രാൻസ് തോൽക്കുന്നത് എന്ന കാര്യം നോക്കണം. ഒരുപാട് നാളുകൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 364 ദിവസത്തിന് ശേഷമാണ് ഫ്രാൻസ് ഒരു കളി പരാജയപ്പെടുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൂപ്പർ താരങ്ങളൊക്കെ ഈ കളിയിൽ അണിനിരന്നിരുന്നു, എന്നിട്ടും പരാജയപ്പെട്ടു എന്നുള്ളതാണ് നിരാശയുണ്ടാക്കുന്ന കാര്യം. ഏതായാലും ദിദിയർ ദശാമിനും സംഘത്തിനും ഇതൊരു ഉണർത്തുപാട്ടാണ്, വേക്കപ്പ് കോളാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് 20.